السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാഉ, അത് നബിമാരാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അവരെ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അംബിയാക്കൾ ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത് അതേ മാർഗത്തിൽ തന്നെ ജീവിക്കുന്നവരാണ് പരീക്ഷണത്തിന് ഏറ്റവും കൂടുതൽ വിധേയരാവുക എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുബ്തലന്നാസു അലാ ഖദ്രി ദീനിഹിം, ഓരോരുത്തരും അവരുടെ ദീനിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവർ പരീക്ഷിക്കപ്പെടുന്നതാണ്. സലഫുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണവുമില്ലാത്ത ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കും, അതല്ലെങ്കിൽ അവർ പരിശോധിക്കും അവരുടെ ഈമാനിനെ സംബന്ധിച്ച്. എന്താണ് ഇപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എനിക്ക് കുറവാണോ, അതുപോലെ തന്നെ എൻ്റെ ഫറായിദുകളിൽ, എൻ്റെ നിർബന്ധമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ എൻ്റെ സുന്നത്തായ കാര്യങ്ങളിൽ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇതിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നെന്ത് ചെയ്യും, അവർ പരിശോധിക്കുമെന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ സഖന ദീനുഹു ഇശ്തദ്ദ ബലാഉഹു, ആരുടെ ദീനാണോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് അവൻ്റെ പരീക്ഷണങ്ങളും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകും. വമൻ ലഉഫ ദീനുഹു ലഉഫ ബലാഉഹു, ആരുടെ ഈമാനാണോ, ആരുടെ ദീനാണോ ദുർബലമായിട്ടുള്ളത് അവൻക്ക് പരീക്ഷണങ്ങളും കുറവായിരിക്കും, പരീക്ഷണങ്ങളും ദുർബലമായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന റജുല ലയുസീബുഹുൽ ബലാഉ ഹത്താ യംശിയ ഫിന്നാസി മാ അലൈഹി ഖതീഅ, എന്തിനാണ് അള്ളാഹു ഈ രൂപത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നത്? നാളെ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ്റെ ഏടുകളിൽ ഒരു തിന്മയും ബാക്കിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, ഇതൊക്കെ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അള്ളാഹു എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടൊക്കെയാണ് എനിക്കിത് പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത് എന്ന്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യവദ്ദു അഹ്ലുൽ ആഫിയത്തി യൗമൽ ഖിയാമത്തി ഹീന യുഅത അഹ്ലുൽ ബലാഇ സവാബ ലൗ അന്ന ജുലൂദഹും കാനത് ഖുറിളത് ഫി ദുനിയ ബിൽ മഖാരിളി, ആഫിയത്ത് നൽകപ്പെട്ട ഈ ദുനിയാവിൽ യാതൊരു പരീക്ഷണങ്ങളും ഇല്ലാതെ ജീവിച്ചു പോയ ആളുകൾ നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പോൾ പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് നൽകുന്നത് കാണുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും, അവരുടെ തൊലികളെങ്ങാനും കത്രികകൾ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ആ രൂപത്തിലുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊക്കെ അള്ളാഹിനെ പറ്റി മോശം വിചാരിക്കാനും അള്ളാഹുവിനെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനൊന്നും ആകരുത് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. മറിച്ച് അവൻ അള്ളാഹുവിനെ പറ്റി ഏറ്റവും നല്ല വിചാരിക്കാനാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.